മദീന പള്ളിയുടെ ഉള്ളിലല്ലേ റൗള മാബൈന ഖബരി വ മിൻബരി, അവിടെ നിസ്കരിക്കണം മുസ്തഫ നബി. അതാനി ഇഫ്രീത്തും മിനൽ ജിന്നി ബിശുലത്തിൻ മിനൻ നാർ. ഇന്നലെ രാത്രി ഞാൻ ആ സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ ഒരു വലിയ ഇരുമ്പിന്റെ ഒരു തീയിന്റെ കുന്തവുമായി എന്നെ കുത്താൻ പിശാച് വന്നു. പുണ്യ റസൂൽ ആര് വന്നു? അതാനി ഇഫ്രീത്തും മിനൽ ജിന്നി, ഇഫ്രീത്ത് ശൈത്താൻ വന്നു. ബിശുലത്തിൻ മിൻ നാരിൻ, ഒരു തീയിന്റെ കുന്തം കൊണ്ടുവന്നു, ഒരു ഷുഅല, ഒരു തീജ്വാലയം കൊണ്ടുവന്നു എന്നെ കുത്താൻ വേണ്ടി. ഫമക്കനനി റബ്ബി, റബ്ബി എനിക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ലൗലാ ദഅവതു അഖി സുലൈമാൻ ലഅല്ലഖ്തുഹു ഫീ സാരിയത്തിൻ മിൻ സിമാരിൽ മസ്ജിദ്. എൻ്റെ സഹോദരൻ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ഒരാളും പിശാചിനെ പിടിച്ച് തൂണിൽ കെട്ടരുതേ എന്ന് എൻ്റെ ദുആ സുലൈമാൻ മുമ്പ് ദുആ ചെയ്തിട്ടുണ്ട്. എനിക്കതിനും അതിൻ്റെ അപ്പുറം കഴിവുണ്ട്. ദുനിയാവിലെ എല്ലാ ശൈത്താന്മാരെയും കെട്ടാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ എൻ്റെ സുലൈമാനെ നാളെ മഹ്ശറിൽ നിന്ന് കാണുമ്പോൾ ഒരു വിഷമം അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ലൗലാ ദഅവതു അഖി സുലൈമാൻ ലഅല്ലഖ്തുഹു ഫീ സാരിയത്തിൻ മിൻ സിമാരിൽ മസ്ജിദ്. എൻ്റെ സഹോദരൻ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ തൂങ്കാലിൽ പിടിച്ച് അവനെ കിട്ടുമായിരുന്നു. ഇമാം അഹ്മദ് തങ്ങളിൽ നിന്ന് അവർ തൻ്റെ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നതും ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പുണ്യനബിയിൽ നിന്ന് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരു ഹദീസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഗൗരവമായി പറയുന്നത്. നമ്മുടെ ചർച്ച മറക്കരുത്. നമ്മുടെ ചർച്ച വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിൻ്റെ മുന്നിൽ, അള്ളാഹു തൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന ബോധം, ആ ബോധം അതെന്നും മുതൽ എന്നും 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 ആ ബോധത്തിൻ്റെ ആധിക്യമാണ് സ്വർഗത്തിൻ്റെ സുഖം. തൻ്റെ മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ടെന്നതായ ആ ബോധം പിന്നെ ഏത് ദുഹാനിൽ നിന്നും അതങ്ങോട്ട് വെളിവായി കിട്ടും. അപ്പോൾ അവിടെ ദുഹാൻ ബാധിക്കൂല. ഞാൻ ദുഹാനെക്കുറിച്ച് വളരെ ഗൗരവമായ ഒരു പാഠം കൊല്ലങ്ങളായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ ചിന്തിക്കണം. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഞാൻ പറയുന്നത് ദുഹാൻ വന്നു കഴിഞ്ഞു. ദുഹാൻ്റെ തുടക്കം എന്നാൽ ഏകദേശം 1900 ആയേക്കാം. ദുഹാൻ വന്നിട്ട് 125 കൊല്ലമായി. ഇനി ഒരു ഫിസിക്കലി ദുഹാൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. എന്നാൽ ദുഹാൻ കൊണ്ട് സംഭവിക്കുന്ന വസ്തുത സംഭവിച്ചു കഴിഞ്ഞു. എന്തിനും ലഹറും ഉണ്ടാകും, വത്തനും ഉണ്ടാവും, ഉള്ളുണ്ടാവും, ഉറവുണ്ടാവും. ലോകാവസാനത്തിന് മുമ്പ് ദുഹാൻ വരുമെന്ന് ഹബീബ റസൂൽ പറയുന്നു. എന്താണ് ദുഹാൻ കൊണ്ടുണ്ടാവുക? ദുഹാൻ കൊണ്ടുണ്ടാവുക അവനെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും. ഇദാ അഖ്റജ യദഹു ലം യഖദ് യറാഹ എന്ന് തിരമാലകളുടെ മുകളിൽ തൊട്ട് നിൽക്കുന്ന മൂടൽ മഞ്ഞിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്. ഇദാ അഖ്റജ ഔ കളുമാതിൻ ഫി ബഹരിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് എന്ന് പറയുന്നിടത്ത് ഉണ്ട് അല്ലേ? എത്രാമത്തെ ആയത്താണ് സിനാനെ? അത് 100-ലാണത്. എന്നെടുത്ത് നോക്കാം. തൊട്ട് മുന്നിലാണ് എൻ്റെ ഓർമ്മ. ആയത്ത് 100-ന് തൊട്ട് മുന്നിലുമായിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് പിന്നിൽ, അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ. ആന്തര തിരമാല. ഓഷ്യാനോളജി തീരെ വികസിക്കാത്ത കാലത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഓഷ്യാനോളജിക്ക് എന്നൊരു ഒരു ലോകത്ത് അങ്ങനൊരു ശാസ്ത്ര സംവിധാനം ഇല്ലാത്ത കാലത്ത് ആഴക്കടലിൻ്റെ അന്തർഭാഗത്ത് തിരമാലകൾ, മീൻ ഫൗഖിഹിം മൗജ്, പിന്നെ മുകളിലും തിരമാലകൾ. ഓഷ്യാനോളജി വികസിക്കുന്നത് പിന്നെയും സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമാണ്. അക്കാലത്ത് പുണ്യ റസൂലിൻ്റെ നാവിലൂടെ വന്ന ഖുർആനാണ് എന്ത്? അടിയിൽ, ഏറ്റവും അടിയിൽ തിരമാല, പിന്നെ അതിൻ്റെ മുകളിൽ തിരമാല. മിൻ ഫൗഖിഹി സഹാബുൻ, അതിൻ്റെ മുകളിൽ കട്ടിമേഘം. യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. 45 എൻ്റെ ഓർമ്മ. അത് 35 ആയത്ത് 100 35. ഇത് 40. എങ്ങനെയാണ് ആയത്ത്? നോക്കാം. أو كظلمات في بحر لجي يغشاه موج من فوقه سحاب
ളുലുമാത്തുൻ ഇരുളുകൾ, ഇരുട്ടുകൾ, ബഅ്ളുഹാ ഫൗഖ ബഅ്ളിൻ മുകളിലായിട്ട് അട്ടിയായി കിടക്കുന്ന ഇരുട്ടുകൾ. ഇതാ അഖ്റജ യദഹു ആ കട്ടിയായ ഇരുട്ടിൽ വെച്ച് ഒരാൾ തൻ്റെ കൈ പൊക്കിയാൽ ലം യഖദ് യറാഹ അവൻ്റെ സ്വന്തം കൈ പോലും കാണാൻ കഴിയില്ല. അപ്പോൾ അത് ഖുർആൻ പറഞ്ഞ ഒരു ഏരിയയാണ്. ഇരുട്ട് കൂടിക്കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗം തനിക്ക് കാണാൻ കഴിയില്ല. ഇതാണ് ദുഹാൻ കൊണ്ട് സംഭവിക്കുക. ഞാൻ ചെയ്തത് എനിക്ക് പോലും ശരിയാകാതെ മനസ്സിലാക്കുക. അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരും. അതൊരു ഭാഗമാണ്. അത് ഞാൻ പിന്നീട് പറയാം നിങ്ങളോട്. ഇതങ്ങനത്തെ ഒരു കാലവുമാണ്. ഒരു മനുഷ്യനും അവൻ്റെ മനസ്സിൽ തോന്നിയതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കണം. കാരണം മനസ്സിലേക്ക് അത്തരം കാര്യത്തെ ഇട്ട് തരുന്നത് പിശാചായിരിക്കും. മനസ്സിലേക്ക് ഇട്ട് തരുന്നത് പിശാചായിരിക്കും. അപ്പോൾ ഒരു കാര്യം, ഒരു പീഡിയക്കച്ചവടം തുടങ്ങാൻ വേണ്ടി ഇസ്തിഖാറത്ത് ചെയ്തു. എന്നിട്ട് പീഡിയക്കച്ചവടം തുടങ്ങി, പൊട്ടി. അപ്പോൾ അവന് മെല്ലെ ഒരു ചെറിയൊരു നീരസം വരും. ആരോട്? റബ്ബിനോട്. ഞാൻ പീഡിയക്കച്ചവടം തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിട്ടും പൊട്ടി. ഒന്നാമതായി ഈ പീഡിയക്കച്ചവടം തോന്നിപ്പിക്കുന്നത് പിശാചായിരിക്കും. അതിൽ അവൻ്റെ മനസ്സിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിശാച് തോന്നിപ്പിക്കുന്നതായിരിക്കും ഇസ്തിഖാറത്ത്. അപ്പം അവിടെ നിന്നും പുറകോട്ട് പോകണം. ആദ്യം ഇസ്തിഖാറത്തല്ല വേണ്ടത്, ഇസ്തിഷാറത്താണ്. അത് അസ്ലുദ്ദീനാണ് ഇസ്തിഷാറത്ത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫി ഇസ്തിഷാറത്താണ്. റബ്ബിനെ ആവശ്യമില്ല ഒരു മുഷാവറ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഇസ്തിഖാറത്തല്ല വേണ്ടത്, ആദ്യം ഇസ്തിഷാറത്ത്. ഒരു കാര്യം നൈപുണ്യമുള്ള ഒരാളോട് ചോദിക്കണം. അത് ആരോടാ ചോദിക്കേണ്ടത്? ഒരു സ്വാലിയായ മീൻ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ സ്വാലിയായ ഗുണകാംക്ഷയുള്ള ഒരു മീൻ കച്ചവടക്കാരനോട് ചോദിക്കണം. എടാ, ഞാൻ മീൻ കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കും, എന്താ എൻ്റെ അഭിപ്രായം? അപ്പോൾ അയാൾ പറയും അതിൻ്റെ ഗുണം ദോഷവും. ഒരു ഹോട്ടൽ തുടങ്ങാൻ നേരത്തെ ഇസ്തിഖാറത്തിനും ഇസ്തിഷാറത്താണ് വേണ്ടത്. ആദ്യം അള്ളാഹു ചെയ്തത് ഇസ്തിഖാറത്തല്ല. അള്ളാഹു തആലക്ക് ഇസ്തിഖാറത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും ഇസ്തിഷാറത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതവൻ സുന്നത്താക്കി. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇസ്തിഷാറത്ത് ചെയ്യണം. വിഷയം അതല്ല, തിരിച്ചു വരി. പറഞ്ഞു പോയതാണ്. അതായത് ഒരു ഇസ്തിഖാറത്ത് ചെയ്തത് കൊണ്ട് പോലും നീ വിജയിച്ചോളണമെന്നില്ല. ഇസ്തിഖാറത്ത് ചെയ്തുകൊണ്ട് വിജയിച്ചോളുന്നില്ല. ഇസ്തിഷാറത്ത് ചെയ്യണം. അത് ആരോടാ ചെയ്യേണ്ടത്? മീൻ കച്ചവടത്തിനെ തുടങ്ങണമെന്ന് ചോദിക്കേണ്ടത് ആരോടാണ്? മീൻ കച്ചവടത്തിൽ നിപുണനായ മൂല്യരോട് ചോദിച്ചൊരു കാര്യമില്ല. അല്ലെങ്കിൽ മൂല്യര് തിരുപ്പഞ്ചോയ മൂല്യരായിരിക്കണം. ഞാൻ ഗൾഫ് പോവുകയാണ് കാരണം ഒരാൾ വന്നിട്ട് ദ്വാരക്കണം ബോംബെ പോയി പോരുകയാണ്. പിന്നെയും പറഞ്ഞു ഞാൻ ഗൾഫ് പോവാണ്, ബോംബെ പോയി പോരുകയാണ്. പിന്നെയും പറഞ്ഞു, അപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ബോംബെ പോയി പോകാൻ കഴിഞ്ഞില്ല, തിരിച്ചു വന്നു. എന്തുകൊണ്ട്? നീ ഗൾഫിലെത്തൂല എന്ന് ആ മനുഷ്യനറിയും. അതെന്താണ്? അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ വിവരം കൊടുക്കും. നാളെ രാവിലെ ഒരാൾ വരുന്നുണ്ട്, അയാൾ ബോംബെയിലെത്തൂലേ പോകുള്ളൂ, അയാൾ ഗൾഫിലെത്തൂല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുലൂബ് ഇബാദിലേക്ക് അറിയിച്ചു കൊടുക്കും. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. അവർ പറഞ്ഞ വാക്കെല്ലാം അല്ലാഹു കൃത്യമായിരിക്കും. അതെന്താ? അവർ അല്ലാഹുവിന്റെ മുഖറബീങ്ങളാണ്, എല്ലാവരും ഒരുപോലെയല്ല. അപ്പം അങ്ങനത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്ത് വേണ്ട, ഒരു പെട്ടിക്കട തുടങ്ങിക്കളാം എന്ന് പറഞ്ഞു. മനസ്സിലോണ്ട് പറഞ്ഞത്? ചിന്തിക്കി. സീം വലിയുള്ളായി വിൽക്കരുത് എന്ന് പറഞ്ഞ ഒരു ഭൂമി വിറ്റതിന് ശേഷം തൊലഞ്ഞു പോയൊരു കുടുംബത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു. അവർ വലിയ കഴിവും നിഅമത്തുള്ള കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ ഇടക്കിടക്ക് സീം വലിയുള്ളായി വന്നിരുന്നു. ഒരിക്കൽ അവർ വന്നു പോയപ്പോൾ പറഞ്ഞു, ഈ ഭൂമി വിൽക്കരുത് കേട്ടോ. പക്ഷെ പിന്നീട് അതവർ അത്ര ശ്രദ്ധിച്ചില്ല. നല്ല ലാഭം കിട്ടിയപ്പോൾ ആ ഭൂമി വിറ്റു. അതോടുകൂടെ തകർന്ന് തരിപ്പണായി. എന്ത്? കാലത്തിനപ്പുറത്തേക്ക് അവർക്ക് നോക്കാൻ കഴിയും.
മനസ്സിലാവുണ്ട് പറഞ്ഞത്. അല്ലാത്ത അങ്ങനത്തെ ആളുകളെ ലഭ്യമല്ലാത്ത കാലത്ത് നമ്മൾ അതിൻ്റെ ആളുകളോട് ചോദിക്കണം. മനസ്സിലാവുണ്ട് പറഞ്ഞത്. വളരെ നിങ്ങൾ ഇതെല്ലാം സ്വയം തോന്നിയത് ചെയ്യരുത്. എനിക്കവിടെ കുത്തിരുന്നപ്പോൾ ഞാൻ ഇന്ന ദിക്റ് എല്ലാം തോന്നി, ഞാൻ ആ ദിക്റ് ചെല്ലിന്ന്. ഈ ആഴ്ച ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, മിണ്ടിയില്ല. എന്തുകൊണ്ട്? ഈ ദിക്റ് ചെല്ലാൻ തോന്നിപ്പിച്ചതും പിശാചായിരിക്കും. പിശാച് ദിക്റ് തോന്നിപ്പിക്കുമോ? തോന്നിപ്പിക്കാതെ പിശാച് ദേവേദം മോദുന്നു. നിങ്ങൾ കേട്ടില്ലേ? ആയത്തുൽ കുർസി മഹാനായ സ്വഹാബിക്ക് പഠിപ്പിച്ചത് ശൈത്താനല്ലേ? അതൊക്കെ ചെയ്യും പിശാച്. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഒരാൾ എന്നോട് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മ വ്യഭിചാരിണിയാണ്. അതെന്താ അങ്ങനെ പറയണത്? എനിക്ക് മദീനയിലിരിക്കുമ്പോൾ എനിക്ക് വിവരം കിട്ടി. ഔദുബില്ല. എന്തേ മദീന ശൈത്താൻ ഉണ്ടാവില്ലേ? ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ പറയരുത്. നിന്റെ ഉമ്മ വ്യഭിചാരിണിയാണെങ്കിൽ പോലും ഇജ്ജ് പറയാൻ പാടില്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ. അപ്പം അവന് പറയുന്ന ന്യായമാണെന്ത്? എനിക്ക് മദീനയിൽ നിന്നാണ് വിവരം കിട്ടിയത്. ഞാൻ മദീനയിലിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്. മദീന പള്ളിയുടെ ഉള്ളിലല്ലേ റൗള മാബൈന ഖബരി വ മിംബരി. അവിടെ നിസ്കരിക്കണം മുസ്തഫ നബി. അതാനി ഇഫ്രീത്തും മിനൽ ജിന്നി ബിശുലത്തിൻ മിനൻ നാർ. ഇന്നലെ രാത്രി ഞാൻ ആ സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ ഒരു വലിയ ഇരുമ്പിന്റെ ഒരു തീയിന്റെ കുന്തവുമായി എന്നെ കുത്താൻ പിശാച് വന്നു. പുണ്യ റസൂൽ. ആര് വന്നു? പിശാച്. അതാനി ഇഫ്രീത്തും മിനൽ ജിന്നി. ഇഫ്രീത്ത് ശൈത്താൻ വന്നു. ബിശുലത്തിൻ മിൻ നാരിൻ. ഒരു തീയിന്റെ കുന്തം കൊണ്ടുവന്നു. ഒരു ഷുഅല, ഒരു തീജ്വാലയം കൊണ്ടുവന്നു എന്നെ കുത്താൻ വേണ്ടി. ഫമക്കനനി റബ്ബി. റബ്ബി എനിക്ക് സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ലൗലാ ദഅവതു അഖി സുലൈമാൻ ലഅല്ലഖ്തുഹു ഫീ സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദ്. എൻ്റെ സഹോദരൻ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം ഒരാളും പിശാചിനെ പിടിച്ച് തൂണിൽ കെട്ടരുത് എന്ന് എൻ്റെ സുലൈമാൻ മുമ്പ് ഒരു ദുആ ചെയ്തിട്ടുണ്ട്. എനിക്കതിനും അതിൻ്റെ അപ്പുറം കഴിവുണ്ട്. ദുനിയാവിലെ എല്ലാ ശൈത്താന്മാരെയും കെട്ടാനും എനിക്ക് കഴിവുണ്ട്. പക്ഷേ എൻ്റെ സുലൈമാനെ നാളെ മഹ്ശറിൽ നിന്ന് കാണുമ്പോൾ ഒരു വിഷമം അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ലൗലാ ദഅവതു അഖി സുലൈമാൻ ലഅല്ലഖ്തുഹു ഫീ സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദ്. എൻ്റെ സഹോദരൻ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ തൂങ്കാലിൽ പിടിച്ച് അവനെ കിട്ടുമായിരുന്നു. മദീനയിലെ കുട്ടികൾക്ക് നേരം വെളുത്താൽ അവൻ്റെ വാലുമ തൊട്ട് കളിക്കാം. അങ്ങനെ കെട്ടാനും എനിക്ക് കഴിയും. ഇവിടെ ലക്ഷ്യം പിടിച്ചത് എന്തിനെന്നറിയും? എന്തിനാണ് ഞാൻ ഈ ഹദീസ് കൊണ്ടുവന്നത്? പിശാച് വന്നു. എവിടേക്ക് വന്നു? മദീനേക്കോ? എവിടേക്ക് വന്നു? പള്ളിയേക്ക് വന്നു. എവിടേക്ക് വന്നു? റൗളയിലേക്ക് വന്നു. ആരെടുത്ത് വന്നു? മുസ്തഫാ നബിയെ കുത്താൻ വന്നു. എന്തടാ വിചാരിച്ചു? എന്താണ് മനുഷ്യൻ വിചാരിക്കുന്നത്? ഒരു 4 റക്അത്ത് 5 വഖത്ത് നിസ്കരിക്കുമ്പോഴും തോന്നാം ഞാനാണ് വലിയ പാപ്പ. ഇവനെ ഇനി നിസ്കരിക്കാതെ തകർക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നിസ്കരിപ്പിച്ച് തകർത്തു. കിബ്രാണ് കൂട്ടി തടിയിലേക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. എവിടെയും ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. പിശാച് എവിടെയും കയറിക്കൂടും. അള്ളാഹു പിശാചിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെയും സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം. ഇവിടെ വന്ന് നോക്കും, അതിനെ കയ്യുലങ്ങി. വമിൻ ഖൽഫിഹിം, ബാക്കുകൾ വന്നു. വമിൻ അയ്മാനിഹിം വഅൻ ശമാലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഭൂരിപക്ഷത്തിനും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഞാൻ പറഞ്ഞൊരു 100 വട്ടം ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരും. ദുഹാൻ വന്നു കഴിഞ്ഞു. എന്താ ദുഹാന്റെ പ്രശ്നം? മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇക്കൊല്ലത്തെ എത്രയോ അടുത്ത കൊല്ലം മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ അടുത്ത കൊല്ലം എത്ര മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി മനസ്സിലാക്കാനേ കഴിയില്ല. ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനിയാണ് മുഅ്തമദായ വ്യക്തികളെ ആവശ്യമായി വരിക. അതൊരു വിഷയമാണ്, ഞാൻ പിന്നെ പറയാം. ഇനി ഒരു നിപുണനായ വ്യക്തി അവലംബിക്കാൻ തന്നെ വേണം ഇനിയുള്ള കാലത്ത്. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ കിതാബ് തുറന്നാൽ പോലും പിശാച് സംസാരിക്കും. യുളില്ലു ബിഹി കസീറെന്ന് പറഞ്ഞിട്ടാണ് വയഹ്ദി ബിഹി കസീറെന്ന് പറഞ്ഞത്. ആദ്യം പറഞ്ഞതോ
അതുകൊണ്ട് പലരും പഴിച്ചു. ആദ്യം ഹിദായത്ത് പറഞ്ഞിട്ട് പിന്നെ ദലാലത്ത് പറയാനെങ്കിൽ സുഖമുണ്ട്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എല്ലാവരും ചിന്തിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല പോലെ ചിന്തിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഈ വിഷയം കൊണ്ടുവരുന്നത് എവിടെയെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ എന്ന ബോധം ഒരടിമക്കുണ്ടാകുക. അവൻ പിടിക്കേണ്ടതിനെ പിടിക്കുക, അവൻ നേരായ സബീല് പിടിക്കുക. ഇത് സബീലിനെ പിടിക്കുക, നേരായ ഉസ്താദിനെ പിടിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട്, എന്തൊരു കാര്യം സാധാരണയിൽ കവിഞ്ഞ് ചെയ്യുകയാണെങ്കിലും എൻ്റെ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കണം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് തൗഫീഖ് എന്നിലായിരിക്കും. അത് ഈ ഒരു വലിപ്പത്തലല്ല, ഒരു അവലംബാണ്. ഞാൻ എൻ്റെ അപ്പുറത്തുള്ള ഒരാളോട് ചോദിക്കാതെ ഒന്നും ചെയ്യൂല. ഏറ്റവും ചുരുങ്ങിയത് ആ വെള്ളം. ഇവിടെ ഒരു വെള്ളം വെക്കാൻ വേണ്ടി എല്ലാവരും എന്നോട് പറയും, മജ്ലിസിൽ വെള്ളം വെക്കാറുണ്ടല്ലോ, എന്തൊരു വെള്ളം വെച്ചാൽ. വെള്ളം വെച്ചപ്പോഴത്തിന് 200 ചില്ലാനും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അബദ്ധം സംഭവിച്ചു. ആദ്യത്തിൽ 5-8-10 ക്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. പിന്നെ ഞാൻ എടുത്തൊഴിവാക്കി. എന്തുകൊണ്ട്? അതിൻ്റെ തന്നിഷ്ടമാണ്, അത് പറ്റൂല. പിന്നെ എൻ്റെ മുകളിലുള്ളവരോട് ചോദിച്ചു, ഉത്തരം കിട്ടിയപ്പോഴത്തിന് 200 ചില്ലാനും ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട് ഇതിൽ ശിഫ ഉണ്ട്, അതിൻ്റെതല്ല. എൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലുള്ള ആളല്ല, ലോകം കണ്ട മാത്തുക്കളായ ആരിഫീങ്ങൾ സമ്മതിച്ച് ചെയ്യേ. ആ മജ്ലിസിൽ ഉള്ളവർക്കൊക്കെ അത് ഷിഫ ഉണ്ടാവുമെന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷിഫ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഷിഫയാണ്. ഈ വെള്ളത്തിന് വല്ലാത്തൊരു ഷിഫയാണ്. നിങ്ങൾ എന്തുദ്ദേശിച്ച് കുടിച്ചാലും ആ വെള്ളത്തിൽ ഷിഫ ഉണ്ടാവും. എന്തുകൊണ്ടത് ഇൻ്റെതല്ല, എൻ്റെ അപ്പുറത്തെ ആളുകൾക്ക് സമ്മതം തന്നതാണ്. ആ സമ്മതത്തിന് വേണ്ടി കാത്തുക. എത്ര കാത്തു? കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു? 200 ചില്ലാനം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സമ്മതം കിട്ടുന്നത്. എന്നിട്ടേ വെച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെതല്ല, ഞാനതിൽ വെള്ളം കുടിക്കും. എൻ്റെ അല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായ കാലം. അങ്ങനെയുള്ള ഒരാൾ, അതായത് കൃത്യമായി അവലംബിച്ചു, നല്ല വിശ്വസ്തനെ പിടിച്ചാൽ മതി. ചൊറുക്കും കാര്യമൊന്നും നോക്കണ്ട. വിശ്വസ്തനായ ഒരു ഉസ്താദിനെ അവലംബിക്കുക. വിശ്വസ്തനായിരിക്കണം, ഉള്ളും പുറം പഠിക്കണം. അയാളെ ഉള്ളും പുറം പഠിക്കണം. എൻ്റെ മനസ്സിന് തോന്നിയ മതി, എന്നിട്ട് ചെയ്താൽ മതി. ഇല്ലേ നിനക്ക് പറ്റിയത് മറ്റൊന്നായിരിക്കും. ഇപ്പം നീ ഒഴിവാക്കിയ ആളും നല്ല ആയിക്കോട്ടെ, ആകും. ഇപ്പം നല്ല പാടാണ്, നല്ല വിത്താണ്. പക്ഷെ ആ വിത്ത് അപ്പാടത്ത് ശരിയാവില്ല. മനസ്സിലായില്ല? ഗോതമ്പിൻ്റെ നല്ല വിത്തുണ്ട്, നല്ല പാടമാണ്, പക്ഷെ പറ്റൂല. എന്തുകൊണ്ട്? വിത്ത് നല്ലതാണ്, പാടവും നല്ലതാണ്, പക്ഷെ ആ വിത്ത് അപ്പാടത്ത് ശരിയാവില്ല. നല്ല തവളക്കണ്ണൻ, ഒരു എക്സാമ്പിൾ. പഴയകാലത്ത് നല്ലൊരു നെല്ലാണ് തവളക്കണ്ണൻ. ഒരു തവളക്കണ്ണൻ, ചിറ്റേനി തവളക്കണ്ണൻ അവിടെ വരച്ചു. അത് വിളയും, അതിൽ പറക്കട്ടും ഉണ്ടാവും. മറ്റേതോ വിത്തല്ല, പാടത്തിനെത്തൂല. അപ്പം നിനക്കൊരു ഉസ്താദിനെ പറ്റില്ല, ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാം. അയാൾ മോശമായിട്ടല്ല, അയാൾ ദൈവത്തൊന്നും നീ പറയണ്ട, നിനക്കത് ശരിയായില്ല, ഒരു പ്രശ്നമില്ല. നീ പഠിക്കണം, എന്നിട്ട് ക്ലിയർ ചെയ്യണം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ചെയ്യരുത്. ഇത് ഖറബുക്കലിൽ മലായികത്തി എന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അങ്ങനെയാണ്. എന്നിട്ട് അവലംബിച്ച് മുന്നോട്ടാണ് പോവുക. ഇങ്ങനെ അവലംബിച്ച് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ശരിക്ക് നല്ല മസ്ലക്കിലുള്ള അങ്ങനെ പിടിച്ചാണ് മുന്നോട്ട് പോയാൽ അതിലവർക്ക് ഒരു ളുഹൂർ കിട്ടും. എന്താണ് ളുഹൂർ? റബ്ബ് തൻ്റെ മുന്നിലുണ്ടെന്ന് ബോധ്യം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവിടെ കിടത്തും. ഇതിങ്ങനെ ഇങ്ങനെ വെളിവായി ഏത് ദുഹാന്റെ കാലത്തും നേര് വെളിവായി കിട്ടും. ഏത് ദുഹാന്റെ കാലത്തും വെളിവായി കിട്ടും. ഹജ്ജിന് പോവാണെങ്കിലും എൻ്റെ വാപ്പനോട് പറഞ്ഞു, ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ ഉണ്ടാക്കി. എൻ്റെ ഉസ്താദ് മാനിത്തങ്ങളെത്തി എന്നപ്പോൾ പോണ്ടായിരുന്നു. കാല് പിടിച്ച് കരഞ്ഞു. പോണ്ടെന്നല്ലേ എംസേൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. മടക്കി പറഞ്ഞയച്ചു, പോയില്ല. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു.
ആ പൈസ പലതിനും എടുത്ത് ചെലവാക്കി. ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞു, കൊല്ലം പോയി കോറും, പൈസ ഇല്ല. പൈസ ഉള്ള കാലത്ത് സംഭവം തന്നില്ല. പിന്നെ പറഞ്ഞു എൻ്റെ പോയി കോറും. അപ്പോഴത്തേന് പൈസ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെ പോയി. ബാപ്പ പറയാ ബോംബെ പോയി. അങ്ങനെ ബോംബെ പോയി കുറേ കാലം അങ്ങനെ നിന്നപ്പോൾ പിന്നൊരു സൗകര്യം കിട്ടി. അവിടെ പോയി ഹജ്ജ് കഴിഞ്ഞു റായത്തായി മടങ്ങി വന്നു. എന്തുകൊണ്ട്? ഉസ്താദ് എന്നാണ്, ഉസ്താദ് പറഞ്ഞാണ്. അങ്ങനത്തെ മനുഷ്യനുമാണ്, അങ്ങനത്തെ മനുഷ്യനാണ് ഉസ്താദ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, മൻതങ്ങൾ ബാബാനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേരിട്ടത് മൻതങ്ങൾ ബാബയാണ്, ഉസ്താദ് ബാപ്പാൻ ഉസ്താദ. ഞാൻ ഉദാഹരണം പറയാം. ഇതിനൊക്കെ പാടുണ്ട്. പൈസ ഉള്ള കാലം ഉസ്താദ് സമ്മതം കൊടുത്തില്ല. എന്താ കാരണം? ഇനി കാരണം ഉണ്ടാവും. എന്താ നമുക്കറിയില്ല. മുഖത്ത് കൂടിയാ ഉസ്താദ് കിട്ടും. അല്ലെങ്കിലോ വരുമ്പോ തന്നെ പറയാം, വർത്താനം ഇങ്ങോട്ട് വരണ അറിയും. വഹിയെ അവസാനിച്ചുള്ളൂ, ബിഷാർത്ത് അവസാനിച്ചിട്ടില്ല. രണ്ടാളെ തോളിൽ തൂങ്ങി മുസ്തഫ നബി പള്ളിയിലേക്ക് വന്നു. ഇനി വേറൊന്നും ഇനി ഒന്നും ഇറക്കപ്പെടുകയില്ല. ഇല്ലൽ മുബശ്ശിറാത്ത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ തോളിൽ ഒരു കൈ, ഫള് ബിൻ അബ്ബാസിന്റെ കയ്യിൽ തോളിൽ ഒരു കൈ, കാലിങ്ങനെ കുത്തിയില്ല എന്ന നിലയിൽ ഹബീബ് റസൂലുള്ളാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. രണ്ടാളും ഏട്ടനഞ്ചനും. ഒന്ന് ഫള് ബിൻ അബ്ബാസാണ്, ഒന്ന് അലി ബിൻ അബി ത്വാലിബാണ്. ഉത്താപ്പാനി അളാപ്പാൻ്റെ മക്കളാണ്. അവരെ തോളിൽ റസൂലുള്ളാഹിന്റെ അനുജന്മാരുണ്ടും അവരെ തോളിൽ ഇങ്ങനെ തൂങ്ങി റസൂലുള്ള പള്ളിയിലേക്ക്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഇനി വഹയി വരാനില്ല. ഇല്ലൽ മുബശ്ശിറാത്ത്, ചില സന്തോഷ വാർത്തകൾ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കും. അത് തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ വഴി കിട്ടാം, മൻതങ്ങൾ വഴി കിട്ടാം. ഉദാഹരണം അങ്ങനെ കിട്ടാൻ പറ്റും. അപ്പം വേണ്ടായിരുന്നു. എൻ്റെ മുബശ്ശിറാത്തിൽപ്പെട്ടതാണ്. അത് സാലിയായ മനുഷ്യന്മാരെ വർത്താനം പറഞ്ഞാൽ അയ്മാൻ വിധിക്കും. അവർക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത് ചിന്തിക്കണം. എനിക്ക് തോന്നിയപ്പോൾ ഒരു സാലിയാണ്, സാലിയായിരിക്കണം. അപ്പം അങ്ങനെ അവലംബിച്ച് മുന്നോട്ട് പോകുന്നൊരു മനുഷ്യന് പിന്നെ ളുഹൂറിൽ വരും. ആര്? അല്ലാഹു. യാഥാർത്ഥ്യം മാറും. പിന്നെ അത് അവസാനിക്കൂല. അങ്ങനെ പിന്നെ ഖബറിലും നിനക്ക് റബ്ബുണ്ടാവും. മലക്കിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ മനുഷ്യരിലും റബ്ബുണ്ടാവും. റബ്ബ് നിന്റെ മുന്നിലുണ്ടാവും. നീ തെറ്റ് ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്യുന്നവനേറ്റില്ലേ നിന്നെ റബ്ബ് പടച്ച്? എന്താ പ്രശ്നം? മനസ്സിലായില്ല? ചിന്തിക്ക്. തെറ്റ് ചെയ്തിട്ടില്ലേ? ചെയ്തോട്ടെ. നീ മാപ്പ് പറഞ്ഞാൽ പിന്നെ ചെയ്യൂലേ? ചെയ്യും. കാക്കച്ചി തൗബന്നറിയും എൻ്റെ വല്യമ്മ. മനസ്സിലായില്ല? വൃത്തിയോട് കണ്ടാൽ ഇനി കൊത്തി തിന്നൂല എന്ന് കാക്ക തൗബ തിന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യും. ഇനി ഞാൻ ആദ്യ വൃത്തിയാണ്. എൻ്റെ വല്യമ്മാൻ്റെ മദ്ഹബ ഏതോ കിതാബിലുണ്ടോ എന്ന് അറിയില്ല. ഏതെങ്കിലും കാര്യം ഞാൻ ചെയ്യില്ല വല്യമ്മ പറഞ്ഞിട്ട് പിന്നെയും ചെയ്താലും വല്യമ്മ പറയും എൻ്റെ അത് കാക്കച്ചി തൗബ. കാക്കച്ചി തൗബ എന്ന് പറഞ്ഞാല് ഒരു വൃത്തിയോട് കൊത്തി തിന്നു കഴിഞ്ഞാൽ കാക്ക തൗബ ചെയ്യും. അത്രേ വല്യമ്മാൻ്റെ ഭാഷയാണ്. എന്ത്? ഞാനത് ചെയ്യൂല. അങ്ങനത്തെ ഒരു വൃത്തിയോട് പിന്നെ കണ്ടാലും പിന്നെ എന്തൊന്നു? ആ മനുഷ്യന്മാരങ്ങനെയാണ്. മറവി എന്ന വാക്കിൽ നിന്നാണ് നാസ് എന്ന വാക്കുണ്ടായത്. മറക്കും. നസിയാദം, ആദം മറന്നുപോയി. നസിയത്ത് ദുരിയത്തു, മക്കൾ മറന്നിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ പിന്നെ ചെയ്യൂല. അവിടെ ചോനെ അറിയും. കെതി കൂടി ചെയ്യണ്ട. പ്രദേശം ചെയ്തു. ഞങ്ങൾക്ക് ഹദീത്ത് ഓതി തരാം. ആ ഹദീത്ത് മതിയാകും. കുട്ടികളൊക്കെ എഴുതി വെക്കണം. മറ്റുള്ള മനസ്സിൽ കുറിച്ച് വെക്കണം. മറക്കരുത്. ഈ ഹദീത്ത് ജീവിതം മുഴുവനും കൊണ്ടു നടക്കാം. ആ ഹദീത്തിനെ എന്നും ഓർക്കണം. മറക്കരുത് ഒരു ഹദീത്ത്. ആരാണ് മുസ്തഫ നബിയിൽ നിന്ന് ഈ ഹദീത്ത് കൊണ്ടുവരുന്നത്? മുആദ് ഇബ്നു ജബലാണ് റളിയല്ലാഹു അഅലമു ഹാദിഹിൽ ഉമ്മ ബിൽ ഹലാലി വൽ ഹറാമി. മുആദ് ഇബ്നു ജബൽ, ഹലാലും ഹറാമും അറിയുന്ന ഏറ്റവും മഹാനായ പണ്ഡിതൻ എൻ്റെ സമുദായത്തിൽ ആരുമല്ല, അത് മുആദാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ആളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ല? ചിന്തിക്കണം. അഅലമു ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ. മനസ്സിലായില്ലേ? അവരെ കണ്ടുമുട്ടാനും അവരെ കൈ പിടിക്കാനും അള്ളാഹു തൗഫീഖ് തനിക്ക്. മുആദ് തങ്ങളെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം. ജോർദാനിലാണ് അവരെ ഖബർ. ഞാനൊരു 25 വട്ടമൊന്നുമല്ല ഖബർ സിയാറത്ത് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് അവരെ. എന്തുകൊണ്ട്? മുസ്തഫ റസൂലുള്ളാഹി എന്തൊരു പ്രശ്നം ഉണ്ടായാലും അവിടേക്ക് മുആദിനെ പറഞ്ഞേക്കും.
കാരണം മുആദ് വർത്താനാണ് പറഞ്ഞാൽ മേലെ ഒരാൾക്ക് മിണ്ടാൻ കഴിയില്ല. അത്രയും വലിയ ഹക്കീമ, തത്വജ്ഞാനിയ ആര്? മുആദ്. മാത്രമല്ല മുആദിന് വേറൊരു ഹദീസ് എഴുതിച്ചോളി, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ എഴുതിയ ഹദീസ്. രണ്ടാമത്തെ ഒരു ഹദീസ് എഴുതിച്ചാളി, ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ. ഹാദാ മുആദ്, എൻ്റെ ഈ മുആദ് ഉണ്ടല്ലോ, യഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ മുആദ് വരിക, അമാമൽ ഉലമായി, എല്ലാ ആലിമീങ്ങളുടെയും മുന്നിലായിരിക്കും. റളിയല്ലാഹു അൻഹു, അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹ് ഹദീസാണ് അതൊക്കെ. ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമ. വേഗം എഴുതിയേക്ക് ആ രണ്ട് ഹദീസ് എഴുതിയേക്കണം. മുആദ് റളിയല്ലാഹു അൻഹു സ്നേഹിക്കണം, എല്ലാ സ്വഹാബികളെയും സ്നേഹിക്കണം. മുആദിനെ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്, അപ്പം നമുക്ക് വരെ വലിയ ഇഷ്ടമാണ്. എങ്ങനെ ഹദീസ്? വഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമാഇ, എല്ലാ ആലിമീങ്ങളെയും മുന്നിലായിരിക്കും. ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ പറയുന്നത്? മുആദ് പറയാണ്, ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറയുന്നത്? കേട്ടോളി കുട്ടികളെ, എഴുതിക്കണേ. ഇൻ ശിഅ്തും അംബഅ്തുകും മാ അവ്വലു മാ യഖൂലുല്ലാഹു അസ്സ വജല്ല ലിൽ മുഅ്മിനീന യൗമൽ ഖിയാമ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണ് അല്ലാഹു ആദ്യം പറയുകയെന്ന് ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട്, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. അതുകൊണ്ടാണ് മറക്കരുത് പറയുന്നത്. അന്ത്യനാളിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹു ആദ്യം പറയുന്ന വാക്ക് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ പഠിപ്പിച്ചു തരാം. ഇൻ ശിഅ്തും അംബഅ്തും മാ അവ്വലു മാ യഖൂലുല്ലാഹു യൗമൽ ഖിയാമത്തി ലിൽ മുഅ്മിനീൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മറ്റ ഹദീസ് പഠിപ്പിച്ച് അന്ന് ക്ലാസ് അവസാനിപ്പിക്കണം. തല കൊട്ടിക്കണം നല്ല പോലെ. ഒന്നും കൂടെ. ഇൻ ശിഅ്തും അംബഅ്തുകും മാ അവ്വലു മാ യഖൂലുല്ലാഹു യൗമൽ ഖിയാമത്തി ലിൽ മുഅ്മിനീൻ. അർത്ഥം മനസ്സിലായില്ലേ? ഇൻ ശിഅ്തും അംബഅ്തുകും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. മാ അവ്വലു മാ യഖൂലുല്ലാഹ്, ആദ്യം അല്ലാഹു തആല എന്താണ് പറയുക എന്ന് യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് എന്താണ് ആദ്യം പറയുകയെന്ന് ഈ ഇരുത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനേക്കാൾ മുമ്പൊന്നും പറയില്ല. ആദ്യം അല്ലാഹു മുഅ്മിനീങ്ങളെ കാണുമ്പോൾ പറയുന്ന ആദ്യത്തെ വാക്ക് ഈ സദസ്സിൽ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ. കഴിഞ്ഞില്ല, ആ ഹദീസ് കഴിഞ്ഞില്ല. وما أول ما يقولون له وما أول ما يقولون له وما أول ما يقولون له نارتم وما أول ما يقولون له وما أول ما يقولون മുഅ്മിനീങ്ങൾ ആദ്യം എന്താണ് പറയുകയെന്നും ലഹു, അല്ലാഹുവോട്. മനസ്സിലായില്ലേ? അല്ലാഹു മുഅ്മിനീങ്ങളോട് ആദ്യം എന്താണ് പറയുകയെന്നും മുഅ്മിനീങ്ങൾ അല്ലാഹുവോട് ആദ്യം എന്താണ് പറയുകയെന്നും ഈ ഇരുത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നഅം യാ റസൂലല്ലാഹ്, നഅം. ബലാ എന്നല്ല, നഅം എന്നാണ് ഹദീസിന്റെ വാക്ക്. ഖുൽനാ, ഞങ്ങൾ സ്വഹാബികളെല്ലാം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു നബിയെ. ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ്, അല്ലാഹ് ചിന്തിക്കണം. ഏതായത്തെ വിശദീകരിക്കുന്നത്? 313 പറഞ്ഞ ആയത്ത് വിശദീകരിക്കുക. ആഴണ്ട ആയത്തിന്. അതുകൊണ്ടാ ولمن خاف مقام ربه جنتان. നഅം യാ റസൂലല്ലാഹ്, നബി എന്നെ പറഞ്ഞേരി ഞങ്ങൾ പറഞ്ഞു. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അഭിമുഖീകരിക്കുന്ന മാത്രയിൽ ആദ്യം അല്ലാഹു
ചോദിക്കുക, ഹൽ അഹ്ബബ്തും ലിഖാഇ, നിങ്ങൾ എൻ്റെ ലിഖാഇനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. എൻ്റെ മുന്നിൽ നിൽക്കണമെന്ന കാര്യം, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകും എന്ന കാര്യവും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായത്. മനസ്സിലായില്ലേ? അല്ലാഹു തആല ആദ്യം ചോദിക്കാം, മുഅ്മിനീങ്ങളോട് ചോദിക്കാം, വഹു അവ്വലു മാ യഖൂലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ആദ്യം ചോദിക്കുക, ഹൽ അഹ്ബബ്തും ലിഖാഇ, നിങ്ങൾക്ക് എൻ്റെ ലിഖാഇ ഇഷ്ടമായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് കയറ്റിക്കൊണ്ടാണ്. എൻ്റെ മുന്നിൽ ആരുണ്ട്? അല്ലാഹുണ്ട്. അത് ഇന്നത്തെക്കാൾ നാളെ വളരുക, നാളത്തെക്കാൾ മറ്റന്നാൾ വളരുക. അപ്പൊ നമ്മളെ ലക്ഷ്യം പിന്നെ അള്ളാഹുവിനെ, ഇന്ന് നമ്മൾ കാണുന്ന, മനസ്സിൽ കാണുന്ന അള്ളാഹു, അവന് കയ്യുമില്ല കാലുമില്ല, പക്ഷെ അവൻ എന്നത് നമുക്ക് എത്ര സങ്കല്പിക്കാനും കഴിയാത്ത ഒന്ന് നമ്മളെ ഹൃദയത്തിൻ്റെ ഉടമൂലമായി അള്ളാഹു എന്ന ഇസ്മ, ആ ഇസ്മിൻ്റെ ദാത്തുണ്ട്. ആ ദാത്ത് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല, പക്ഷെ അവൻ നമ്മളെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എന്റെ ലിഖാ വലിയ ഇഷ്ടമായിരുന്നു, മനസ്സിലായില്ല? 22ാമത്തെ വയസ്സിലെ പെണ്ണ് കെട്ടൽ സർക്കാർ ഹലാലാക്കുള്ളൂ. എന്നാലും ഒരു 18-19 വയസ്സാകുന്നതോട് കൂടെ അവളെ സങ്കല്പിക്കാൻ തുടങ്ങും. അവളെ കോലം എങ്ങനെയായിരിക്കും, അവളെ കൈ എങ്ങനെയായിരിക്കും, അവളെ കാലെങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിക്കാൻ തുടങ്ങും. ഈ സങ്കല്പം ളുഹൂറിൽ വരിക കല്യാണം ഉറപ്പിക്കുമ്പോളാ. അങ്ങനെ തന്നെയല്ലേ? അവൻ സങ്കല്പിച്ച മാതിരി കൈയും കാലും അല്ല, കയ്യൊക്കെ കുറച്ച് തടി കൂടുതലാ, വലുപ്പം തീരോട്ടില്ലേ. അപ്പൊ നമ്മള് ആ തന്ന വെള്ളം തന്നെ മുഴുവനും കൂടി കുടിക്കൂല. എന്തുകൊണ്ട്? മനസ്സിലായില്ല? അല്ല, കണ്ടത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആ മുന്നിലുള്ള മിച്ചറിലെ കടലൊക്കെ കുരുവൊക്കെ നമ്മൾ എടുത്തു തിന്നു. പണ്ട് പുതിയാപ്പിളമാർക്ക് കൊടുക്കാൻ വേണ്ടി ബേക്കറികൾ ഉണ്ടാക്കുന്ന മഹത്തായ സാധനത്തിനാണ് മിച്ചർ എന്ന് പറയാം. അത് പുതിയാപ്പിളാരൊക്കെ കാണാൻ ചെല്ലുന്നവരൊക്കെ പൊറുക്കി ഇങ്ങനെ തിന്നും. ഓളെ പറ്റിക്കണമെങ്കിൽ അതിലുള്ള മുഴുവൻ കടലിൽ തിന്നു. പറ്റിയിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിന്റെ കളർ വെള്ളം കുറച്ച് കുടിച്ച് വേഗം ഇറങ്ങും. ഞങ്ങൾ അറിയിക്കട്ടോ എന്നും പറയും. കടലെ തിന്നിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം. എന്ത് പറ്റിയിട്ടില്ലെങ്കിലും കടലിൽ നിന്നാണെങ്കിൽ മനസ്സിലാക്കാം ഓൻ തിന്നാവുമാണ്, ഓൻ പെണ്ണട്ടം വന്നല്ല. ചിന്തിക്കണം, തല കൊടുക്കി. മനസ്സിലാവുണ്ട് പറഞ്ഞ? ചിന്തിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, അപ്പൊ സങ്കല്പിക്കുക. നമ്മൾ അള്ളാഹു പെണ്ണിനെ കണ്ടുറപ്പിക്കുമ്പോഴാണ് ഓളി നമ്മൾ പുതിയെണ്ണാണെന്ന്. പക്ഷെ അതിന്റെ മുമ്പ് സങ്കല്പം തുടങ്ങും. എൻ്റെ മനസ്സിലുള്ള ഭാര്യ എങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ ഓളെ ചൊറുക്ക് എങ്ങനെയാണ്, ഓളെ കൈ എങ്ങനെ. ചിലപ്പോൾ നമ്മൾ സങ്കല്പിച്ച അത്ര വരൂല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. അത് സാരല്ല, അതൊക്കെ ഒത്തു. നമ്മൾ സങ്കല്പിച്ച അത്ര തടി വരൂല. അപ്പോൾ നമ്മളത് ഉമ്മാനോട് പോയി പറയും ചെയ്യും, പറ്റിയ കുടുംബമാണ്, പെൺകുട്ടി തിരക്കിടുന്നില്ല, പക്ഷെ ദേശം അത്ര കണ്ട് തടിയില്ല. അപ്പോൾ ഉമ്മ പറയാം, അത് സാരല്ലടാ, ഞാനും അങ്ങനെ തന്നെ, അത് പ്രസവമൊക്കെ കഴിയുമ്പോൾ തടിയോടെ കൂടിക്കോളും. ആയിക്കോട്ടെ. അപ്പോൾ അത് ഒപ്പിച്ചു. അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മൾ ആ ആത്തിനെ മുന്നിൽ കാണുന്നത്. അള്ളാഹുവിൻ്റെ ലിഖാഇന്റെ ദിവസം. പക്ഷെ അവൻ ആ ലിഖാ ഇപ്പൊ തന്നെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ മനസ്സിലെ സങ്കല്പം, ഓളി നമ്മളെ മുന്നിൽ വരുന്നത് നമ്മൾക്ക് 15 വയസ്സായ അന്നാണ്. പക്ഷെ നമ്മൾ അവളെ നേരിട്ട് കാണുന്നത് 22ാമത്തെ വയസ്സിലാണ്. 22 പൂർത്തിയായി അപ്പോഴാണ് കാണുന്നത്. ഇത് അങ്ങനെ തന്നെയല്ലേ? പക്ഷെ അവളെ മനസ്സിൽ വരുന്നത് 15ാമത്തെ വയസ്സിലാണ്. ഇതന്നെ